نحمده ونصلي على رسوله الكريم أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാ നിലയിലുള്ള സന്തോഷങ്ങളും അള്ളാഹുവിന്റെ സഹായങ്ങളും പരിപൂർണ വിജയവും നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ നൽകി നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ളത്. മരിക്കുന്നവരെ ദീനനുസരിച്ച് ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ മുതൽ നമ്മൾ കേട്ടുവരുന്നത് ഏകദേശം ഒരേ വിഷയങ്ങളാണ്. നമുക്ക് കുറേ വിഷയങ്ങളൊന്നും പറയാനുമില്ല, കുറേ വിഷയങ്ങളൊന്നും കേൾക്കാനുമില്ല, കുറേ അധികം ഒന്നും ചെയ്യാനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിനെ വളരെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. പഠിക്കാനും എളുപ്പം, പറയാൻ എളുപ്പം, കേൾക്കാൻ എളുപ്പം, മനസ്സിലാക്കാൻ എളുപ്പം, പ്രവർത്തിക്കാൻ എളുപ്പം. ദീനിന്റെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മളുടെ ദഅവത്ത്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം, നബിതങ്ങളുടെ റിസാലത്ത്. മൂന്നാമത്തേത് പരലോക ജീവിതം, ആഖിറത്ത്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, അതായത് ഈമാൻ, ദീനിൽ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ഈമാൻ പഠിക്കാൻ. നമ്മളുടെ ശിക്ഷണമാര് പറയും, ആര്? സംരക്ഷകനാര്? പരിപാലകനാര്? വളർത്തുന്നവനാര്? ഭക്ഷണം നൽകുന്നവനാര്? ഉയർച്ച നൽകുന്നവനാര്? താഴ്ച നൽകുന്നവനാര്? വിജയം നൽകുന്നവനാര്? പരാജയം നൽകുന്നവനാര്? സ്വർഗം നൽകുന്നവനാര്? നരകം നൽകുന്നവനാര്? ഈ ദുനിയാവിൽ ഐശ്വര്യം നൽകുന്നവനാര്? എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? കുറേ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ മറുപടി: ഈമാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? ഈമാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? ഈമാൻ വളരെ എളുപ്പമാണ്. ദീനിലെ രണ്ടാമത്തെ അടിസ്ഥാനം ഈ അള്ളാഹു ഏകനാണ്, അള്ളാഹ് ഒറ്റയാണ്, എല്ലാ ഖുദ്റത്തും കൺട്രോളും അവന് മാത്രമേ ഉള്ളൂ. തീരുമാനങ്ങൾ എടുക്കുന്നവൻ ആര്? അത് നടപ്പിലാക്കുന്നവൻ. വളരെ എളുപ്പം. രണ്ടാമത്തെ അടിസ്ഥാനം, ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാണോ, ഇതുപോലെ അള്ളാഹുവിന് തൃപ്തികരമായ മാർഗങ്ങൾ കുറേയില്ല. അള്ളാഹിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള മാർഗവും ഒരൊറ്റ ഒന്നേ ഉള്ളൂ. വിജയത്തിന്റെ പരാജയത്തിന്റെ ഉടമസ്ഥൻ ഒരൊറ്റ അല്ലാഹ്. ലാഭത്തിന്റെ നഷ്ടത്തിന്റെ ഉടമസ്ഥൻ ഒരൊറ്റ അല്ലാഹ്. ഈ അള്ളാഹുവിന്റെ തൃപ്തിയെ നേടിയെടുക്കാനുള്ള മാർഗം എത്ര മാർഗം? ഒരൊറ്റ മാർഗം. ആ മാർഗത്തിന്റെ പേരെന്താ? മാർഗത്തിന്റെ പേര് പറയും, ശബ്ദത്തിൽ പറഞ്ഞോളി, പേടിക്കണ്ട. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞു, പറയും ഈ ഉമ്മത്തിനോട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ. എന്റെ മാർഗം, എന്റെ വഴി വളരെ നേരായ മാർഗമാണ്, ഒരു മാർഗം മാത്രം. ഫത്തബിഉ, നിങ്ങൾ ആ വഴിയെ പിൻപറ്റി. വലാ തത്തബിഉ സുബുൽ, കുറേ മാർഗങ്ങൾ ദുനിയാവിൽ നിങ്ങൾക്ക് കാണും, ആ മാർഗങ്ങളൊന്നും പിൻപറ്റല്ലേ. ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. നബിയെ പറയും, എന്റെ മാർഗം ഇതാണ്, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുന്നവനാണ്, ഞാൻ സൃഷ്ടികളിലേക്ക് ക്ഷണിക്കില്ല. എനിക്ക് വേറെ ബാനറൊന്നുമില്ല, എനിക്ക് വേറെ പേരൊന്നുമില്ല, എനിക്ക് വേറെ എന്നെ പരിചയപ്പെടുത്തുന്ന ജോലി എനിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ജോലി ഉണ്ടായിരുന്നില്ല. ആരെ പരിചയപ്പെടുത്തുന്ന ജോലിയായിരുന്നു കൊടുത്തത്? അല്ലാഹ്. ആരെ പരിചയപ്പെടുത്തുന്ന ജോലി? നബിയെ പറയും, ഹാദിഹി സബീലി, എന്റെ മാർഗം ഇതാണ്, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രം ക്ഷണിക്കുന്നവനാണ്.
ഞാൻ എന്നിലേക്ക് ക്ഷണിക്കൂല. എനിക്ക് അള്ളാഹു തആല നൽകിയിരിക്കുന്ന പ്രവാചകത്വം അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള പ്രവാചകത്വമാണ്. അള്ളാഹുവിന്റെ രക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ പിൻബലം, അള്ളാഹുവിന്റെ തഈദ്, അള്ളാഹുവിന്റെ നുസ്രത്ത്, അള്ളാന്റെ സ്വർഗം, അള്ളാന്റെ നരകം, അള്ള വിധിക്കുന്ന നല്ല ജീവിതം, അള്ള തരുന്ന ലാഭം, അള്ള തരുന്ന നഷ്ടം. ഞാൻ ക്ഷണിക്കുന്നത് ഇതിലേക്ക് മാത്രമാണ്, 100% ഉറപ്പോടുകൂടി. ഞാൻ മാത്രമല്ല, ഞാനും ഈ ജോലി ചെയ്യുന്നവരാണ്. വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്ന എല്ലാവരും ഈ ജോലി ചെയ്യുന്നവരാണ്. അല്ല, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖിനെ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾക്ക് കുറേ വിഷയങ്ങളില്ല. നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുകയാണ്. ദീനിന്റെ ദഅവത്തിന്റെ പേരിലുള്ള ഒരുമിച്ച് കൂടലാണ്. എന്തിലേക്കുള്ള ദഅവത്ത്? ആരിലേക്കുള്ള ദഅവത്ത്? പറയും, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്. 99% അള്ളാഹും, 1% ഞാനും, 1% ഒരു ഗ്രൂപ്പും, 1% കുറെ വ്യക്തികളും ഒന്നുമില്ല. 1% വേറെ ഒരു സൃഷ്ടിയുമില്ല. ഒരു വ്യക്തിയിലേക്കും ദഅവത്തില്ല, ഒരു പ്രത്യേക പ്രദേശത്തേക്കും ദഅവത്തില്ല, ഒന്നിലേക്കും ദഅവത്തില്ല, അള്ളാഹുവിലേക്ക് മാത്രം. ഇതുപോലെ അള്ള ഏകനാണോ, ഇതുപോലെ അള്ളാഹുവിന്റെ തൃപ്തിയെ അള്ളാഹ് നിർബന്ധമാക്കിയിരിക്കുന്ന മാർഗം ഒന്ന് മാത്രമാണ്. അതിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സഹായം ഈ ദുനിയാവിൽ കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ആഖിറത്തിൽ കിട്ടണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിലൂടെ ജീവിക്കണം, തങ്ങളുടെ ചര്യയെ പിൻപറ്റണം. ഉറുദുക്കാരെ കവികൾ ചൊല്ലാറുണ്ട്, ഷർത്തെ മൻസൂരിയെ ഇമാഹെ റസൂലെ അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിന്റെ ഈമാൻ അള്ളാഹ് അംഗീകരിക്കണമെങ്കിൽ അതിന് അള്ളാഹ് വെച്ചിരിക്കുന്ന നിബന്ധനയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ തുതിഉഹു തഹ്തദു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ, അനുസരിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്. നിങ്ങൾ അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ വഴികേടിലാണ്. ومن يشاقق الرسول من بعد ما تبين لهم الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹ് എന്നെ നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല സഹപാഠികളെ നൽകി, സഹചാരികളെ നൽകി, സഹാബാക്കൾ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വിശേഷിച്ചിരിക്കുന്നതെല്ലാം ആരെയാണ്? സഹാബാക്കളെ. അല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗ്ഗത്തെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരികളായ സഹാബാക്കളുടെ മാർഗത്തെ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയെ ഉപേക്ഷിച്ചു, അതായത് സഹാബാക്കളായ മഹാന്മാർ ഏത് ദിശയിൽ സഞ്ചരിച്ചോ, സഹാബാക്കളായ മഹാന്മാർ എങ്ങനെ ജീവിച്ചോ, ആ ജീവിതത്തിനെ വിട്ടുകൊണ്ട് മറ്റാരുടെയെങ്കിലും വഴി ആരെങ്കിലും പിൻപറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നുവല്ലിഹി മാ തവല്ല, അവൻ 7 വഴിയെ പിൻപറ്റിയാലും ഞാൻ അവനെ കൈയൊഴിയുക തന്നെ ചെയ്യും. ഞാൻ അവനെ കൈയൊഴിയും. കാരണം ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്റെ റസൂലിന്റെ വഴിയെ പിൻപറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്റെ റസൂലിന്റെ സഹാബാക്കളുടെ വഴിയെ പിൻപറ്റാനാണ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. സഹാബാക്കളുടെ മാർഗമല്ലാതെ മറ്റൊരു വഴി ആരെങ്കിലും പിൻപറ്റിയാണെങ്കിൽ അല്ലാഹു തആല പറയാണ്, നുവല്ലിഹി മാതവല്ല, അവൻ ആരുടെ വഴിയെ പിൻപറ്റിയാലും ശരി, ഏത് വഴിക്ക് പോയാലും ശരി, ഞാൻ അവനെ കൈയൊഴിയും, അവനെ ഞാൻ വിട്ടു. വനുസ്ലിഹി ജഹന്നം, സഹാബാക്കളുടെ മാർഗത്തെ, അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിച്ചു എന്നും അവരുടെ ജീവിതത്തെ ഞാൻ അംഗീകരിച്ചെന്നും ഞാൻ ഒരു സംഘത്തിന്റെ ജീവിതത്തിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഞാൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ സംഘത്തെ